നമസ്തേ, സ്വാഗതം. ബീറ്റോൺ ഓർഗാനിക്സിന്റെ 169ാമത് എപ്പിസോഡിലേക്ക്. കൊതുക് ശല്യം അസാമാന്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നവരാണ് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക സീസൺ വരുമ്പോൾ ഇതിൻ്റെ ശല്യം വല്ലാണ്ട് അങ്ങോട്ട് കൂടും. പക്ഷേ നമ്മുടെ പ്രകൃതി തന്നെ അതിന് നമുക്കൊരു പരിഹാരവും തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പരിഹാരം തന്നിട്ടുണ്ട്. അതിൽ പല പരിഹാരങ്ങളെ പറ്റിയിട്ട് നമ്മളിതിന് മുമ്പും പറഞ്ഞിട്ടുമുണ്ട്. ഇന്നിപ്പോൾ പുതിയൊരാളെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. വല്ലാണ്ട കാലമായിട്ടില്ല ആൾ നമ്മുടെ കേരളത്തിലെത്തിയിട്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. ധാരാളം ആൾക്കാർ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ അവർ ഉപയോഗിക്കുന്നതിൽ ഒരു ഹെർബ് മാത്രമാണ് അത് കേട്ടോ. പേര് കൊതുക് വിരട്ടി. വല്ലാണ്ട് ഉയരമൊന്നും ഉണ്ടാവില്ല, 1 മീറ്ററിൻ്റെ മുകളിലൊന്നും ഉയരം പോവില്ല, പെട്ടെന്ന് വളരും കേട്ടോ. ഏലയ്ക്കും പൂവിനൊക്കെ അതിരൂക്ഷമായ ഗന്ധമാണ്. പ്രത്യേകിച്ച് സന്ധ്യാസമയത്താണ് അതിൻ്റെ പൂക്കൾ വിരിയുക. ആ വിരിയണ സമയത്ത് അതിരൂക്ഷ ഗന്ധമാണ്. കൊതു പോയിട്ട് മറ്റു പ്രാണികൾ വരെ ഈ സമയത്ത് വരില്ല. അതുകൊണ്ട് തന്നെ പൂന്തോട്ടവും വീടിൻ്റെ 4 പുറം നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള ആ ഒരാൾക്കാരാണ് വെച്ചാൽ നിർബന്ധമായിട്ട് വാങ്ങി വെച്ചോളൂ കേട്ടോ കൊതുക് വിരട്ടി. ഇതിന് പല പേരുണ്ട്. 100% നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത് തരണത് കേട്ടോ. കൊതുക് വിരട്ടി ഇതിന് പല പേരുണ്ട്. കൊതുക് മയക്കി, ചാത്തൻ ചെടി, കൊസു വിരട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കൊതുവിനെ അത്ര രൂക്ഷമായിട്ട് തന്നെ അത് ഒഴിവാക്കുന്നുണ്ട്. നമ്മളതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഞ്ചപ്പുല്ല്, അതേപോലെ തുളസി, അതേപോലെ തന്നെ നമ്മൾ അരിപ്പൂച്ചെടി പറയും, അതേ ശീമക്കൊന്ന, മലന്തൃത്താവ്, അതൊക്കെ കൊതുവിനെ അകറ്റണതാണ്. പക്ഷേ അതിനേക്കാൾ ലേശം ഒരു പടി മുമ്പിൽ അല്ലെങ്കിൽ ഒരു പൊടിക്ക് കൂടുതൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കൊതുക് വിരട്ടിട്ടോ. നമ്മൾ ഈ കെമിക്കൽസ് ആയിട്ടുള്ള പല ലിക്വിഡ്സും അതേപോലെ കൊതുക് തിരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് കേട്, ഹാംഫുൾ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഉള്ള കെമിക്കൽസും അതിൻ്റെ ശ്വസിക്കുന്ന ആ പുകയൊക്കെ ഇതാവുമ്പോൾ നമുക്കാണ് ബുദ്ധിമുട്ട്. ശ്വാസകോശത്തിനാണ് കേട്. കുറച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പേ ഫോർ ചെയ്യേണ്ടുകയും ചെയ്യും. അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊതുക് വിരട്ടി എന്ന് പറയുന്ന ചെടി വാങ്ങുക. പറ്റുമെങ്കിൽ വീടിന് 4 പുറം 4 മൂലക്കിലും ഓരോന്ന് വെക്കുക. പിന്നെ തന്നെ അത് പൊട്ടി ഉണ്ടായിക്കോളും. ഫ്ലാറ്റിലുള്ളവരൊക്കെ അണച്ച ഒരു കാര്യം ചെയ്തോളൂ, ഒരു പോട്ടിൽ ഇത് വാങ്ങി വളർത്തിക്കോളൂ. വൈകുന്നേര സമയങ്ങളിൽ ആ പോട്ട് അങ്ങനെ എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. പിന്നെ കൊതു വരുന്നുള്ള പേടി വേണ്ടല്ലോ. കെമിക്കൽസ് ആയിട്ടുള്ള ലിക്വിഡ്സും അതേപോലെ കോയിൽസും ഒന്നും ഉപയോഗിച്ചിട്ട് നമ്മുടെ ആരോഗ്യം കേടുവരുത്തേണ്ട, ശ്വാസകോശം കേടുവരുത്തേണ്ട. ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു പരിഹാരം കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് തന്നെ കാണാട്ടോ, കൊതുതിൻ്റെ അടുത്ത് കൂടെ പോവില്ല. കാരണം അത്രയും രൂക്ഷഗന്ധമാണ് അതിൻ്റെ ആ ഒരു തടിക്കും അല്ലെങ്കിൽ തണ്ടിനും ഇലയ്ക്കും പൂവിനും ഒക്കെ. ഓരോ ജ്വാലയിലും നമുക്ക് ഓരോ ശാഖയിലും നമുക്ക് കാണാമെന്നുള്ള പോലെയാണ് അതിൻ്റെ ആ ഒരു ജ്വാല അല്ലെങ്കിൽ ആ ഒരു രൂക്ഷഗന്ധം. ഇനി ജനലിൻ്റെ സൈഡിൽ തൂക്കിടാം. ഉറപ്പായിട്ടും കൊതു വരില്ല കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.